പരമശിവന് 16 അവതാരങ്ങൾ ഉള്ളതായി പുരാണങ്ങൾ പറയുന്നു. ഇതിൽ 9 അവതാരങ്ങൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു. ശ്രീരാമഭക്തനായ ഹനുമാൻ പരമശിവന്റെ ഒരു അവതാരമാണ്. പരമശിവന്റെ ഈ 9 അവതാരങ്ങളെ ശരിയായി ഭജിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ പല ഐശ്വര്യങ്ങൾ പ്രദാനമാവുകയും ദുരിതങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. പരമശിവന്റെ 9 അവതാരങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി അറിയാം. പിപ്പലാദ അവതാരം. ദധീചി മഹർഷിയുടെയും സുവർച്ചിയുടെയും മകനായി ജനിച്ച പിപ്പലാദൻ പരമശിവന്റെ അവതാരമാണെന്ന് കരുതുന്നു. ശനിദോഷം കാരണം ദധീചി മഹർഷിക്ക് ഒരിക്കലും തിരിച്ചു വരാനാകെ വീടുവിട്ടിറങ്ങേണ്ടി വന്നു. ഇതിൽ കുപിതനായ പിപ്പലാദൻ ശനിയെ ശപിച്ചുവെന്നും പിന്നീട് 16 വയസ്സിന് താഴെയുള്ള ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന ഒരു വ്യവസ്ഥയിൽ ശാപമോചനം നൽകിയെന്നും പുരാണം പറയുന്നു. നന്ദി. കന്നാലിക്കൂട്ടങ്ങളുടെ സംരക്ഷകനാണ് പരമശിവന്റെ നന്ദി അവതാരം. പുരുഷവീര്യത്തോടെ കാളമുഖ രൂപത്തിലാണ് നന്ദിയെ വർണ്ണിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ശിവനെ നന്ദിയുടെ രൂപത്തിൽ ആരാധിക്കുന്നു. വീരഭദ്രൻ. ദക്ഷയാഗവേളയിൽ സതി ദേവി ഹോമാഗ്നിയിൽ സ്വയം ദഹിച്ചു. ഇതിൽ കോപാകുലനായ പരമശിവന്റെ ദേഹത്തിൽ നിന്ന് ജനിച്ചതാണ് വീരഭദ്രൻ. ഈ വീരഭദ്രൻ ദക്ഷനോട് യുദ്ധം ചെയ്ത് തല വെട്ടിമാറ്റി എന്നാണ് ഐതിഹ്യം. പരമശിവന്റെ ഏറ്റവും തീക്ഷ്ണതയുള്ള ഭാവമാണ് ഈ അവതാരം. ശരഭ അവതാരം. നരസിംഹമൂർത്തിയെ സമാധാനിപ്പിക്കാൻ പരമശിവന് അവതരിച്ച രൂപമാണ് ശരഭരൂപം. നരസിംഹമൂർത്തിയെ സമാധാനിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒടുവിൽ ശിവൻ ശരഭന്റെ രൂപം ധരിച്ച് ബലമായി നരസിംഹ കോപത്തെ അടക്കിയെന്നാണ് ഐതിഹ്യം. അശ്വത്ഥാമാവ്. ദ്രോണാചാര്യർക്ക് കൃപയിലുണ്ടായ പുത്രനാണ് അശ്വത്ഥാമാവ്. യഥാർത്ഥത്തിൽ ശിവചൈതന്യത്തിന്റെ ഭാഗമാണ്. രുദ്രാവതാരങ്ങളിൽ ഒന്നായും ചിരഞ്ജീവിയായും ഈ അവതാരത്തെ കണക്കാക്കുന്നു. ഭൈരവ അവതാരം. വിഷ്ണുവും ബ്രഹ്മാവും തങ്ങളുടെ ബലാബലത്തിന്റെ മഹത്വത്തിനായി പരസ്പരം പോരടിച്ചു. അത് അറിയാനായി പരമശിവനെ സാക്ഷിയാക്കി നടത്തിയ മത്സരത്തിൽ ബ്രഹ്മാവ് കള്ളത്തരം കാണിച്ചു. ഇതിൽ കുപിതനായി പരമശിവൻ ഭൈരവനായി അവതരിച്ച് ബ്രഹ്മാവിന്റെ 5ാമത്തെ ശിരസ് ഛേദിച്ചു. ആ ശിരസ്സുമായി 12 വർഷം അലഞ്ഞുവെന്നാണ് പുരാണം പറയുന്നത്. ശത്രുവിജയത്തിനും ലൗകിക സുഖങ്ങൾക്കും ഭൈരവനെ ഭജിക്കാവുന്നതാണ്. മഹർഷി ദുർവാസാവ്. ശ്രീരുദ്രന്റെ അവതാരമാണ് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ മഹർഷി ദുർവാസാവ്. ഗൃഹപതി അവതാരം. തങ്ങൾക്ക് പരമശിവൻ ജനിക്കണമെന്ന ആഗ്രഹത്തോടെ ഗൃഹപതിയും ശുചിസ്മതിയും വളരെ പ്രാർത്ഥനകളും മറ്റും നടത്തി. എന്നാൽ ജനിച്ച കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. ഇതിൽ മനംനൊന്ത് പരിഹാരത്തിനായി ഗൃഹപതി കാശിയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ വഴി ദേവാധിപനായ ഇന്ദ്രൻ തടഞ്ഞപ്പോൾ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് സംരക്ഷിച്ചു. അതിനാൽ ഗൃഹപതിയെ പൂജിച്ചാൽ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഹനുമാൻ. ശ്രീരാമഭക്തനായ ഹനുമാൻ പരമശിവന്റെ ഒരു അവതാരമാണ്. മഹാവിഷ്ണു മോഹിനിയുടെ രൂപം ധരിച്ച് പരമശിവനെ മോഹിപ്പിച്ചപ്പോഴുണ്ടായ ശിവന്റെ ഊർജം അഞ്ജനിയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചു. അഞ്ജനിക്കുണ്ടായ ആ പുത്രനാണ് ഹനുമാൻ.